ഹായ് നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അപ്പോഴേൽ സുജിത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ടില്ലേ, രാജസ്ഥാനിലാണ്, ജോധ്പൂരിലാണ്, മെഹ്റാൻഗട്ട് ഫോർട്ടിന്റെ തൊട്ടടുത്തുള്ളൊരു സ്ഥലത്താണ്. എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഒരു സംഭവം കാണാം. കണ്ടില്ലേ, ഇവിടെ ടർബൻ ഉണ്ടാക്കുന്ന കേട്ടോ, തലപ്പാവൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമായിട്ട് ഈ കാണുന്ന ഈ മെഹ്റാൻഗട്ട് ഫോർട്ടിന് താഴെ കാണുന്ന ഈ ഒരു വശം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പോകുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. ഇവരുടെ ജീവിത കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നേരെ ആ ഒരു വീട്ടിലേക്ക് പോകാം കേട്ടോ. കണ്ടില്ല, അവരത് ഉണക്കാനിട്ടതാണ്. അപ്പൊ എന്താണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ, ഇവിടെ ഈ തലപ്പാവിന്റെ തുണി ഉണ്ടല്ലോ, ഈ ക്ലോത്ത് അവർ ഉണക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് അയണോ കേട്ടോ, ഇരുമ്പ് കൊണ്ടാണ്, കാറ്റടിച്ചാലൊന്നും താഴെ പോവില്ല. അതേപോലെ തന്നെ ഇവിടെ ഫാൻ ഉണ്ട് കേട്ടോ. ഫാനിന്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. ഫാൻ എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാൻ എന്ന് പറഞ്ഞാൽ കാറ്റടിച്ചിട്ട് ഉണക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട്, നല്ല ചൂടുള്ളത് കൊണ്ട് ഉണങ്ങിക്കോളും. എന്നാലും അവർ ഫാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ തുണി എന്ന് പറയുന്നത് കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കുറെ ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഭയ്യ അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. भैया आमिर चौहान। आमिर चौहान, कलरिंग प्रोसेस है भैया? कलरिंग नहीं, चरक चरक। हाँ हाँ हाँ, फिर ये चरक में कटेंगे। കണ്ടില്ല, അവരത് നേരെയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നേരെ ഇവിടെ ഒരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ, ഒരു വട്ടറിൻ്റെ ഒരു പ്രോസസ്സും കൂടി ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് അറിയാം, ഇതൊരു മൈദയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ സംഭവം എന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മൾ ഈ നാട്ടിലൊക്കെ ഈ മുണ്ടൊക്കെ ഉണ്ടല്ലോ, വൈറ്റ് മുണ്ടൊക്കെ നേരെയായി നിൽക്കാൻ വേണ്ടിയിട്ട് എന്തോ കഞ്ഞിവെള്ളത്തിൽ മുക്കുക, അങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഒരു വെള്ളത്തിൽ മുക്കി എടുക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇവർ ഇവിടെയും ചെയ്യുന്നത്. ഇപ്പം ഈ ക്ലോത്ത് കണ്ടു കഴിഞ്ഞാൽ കണ്ടില്ലേ, നൈസാണ്, അത്ര വലിയ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര കട്ടിയായിട്ടൊന്നും തോന്നില്ല, നൈസാണ്. അതിങ്ങനെ നേരെയൊന്നും അല്ലാണ്ടല്ലേ, അതിപ്പോ പല നേരെയല്ലാത്ത രീതിയിലാണ്. ये लेरिया साफा है, हाँ जोधपुर का फेमस, राजस्थान का फेमस लेरिया साफा। ഭയ്യ അതിങ്ങനെ നേരെയാക്കി എടുക്കുന്നുണ്ട്. ഇതിങ്ങനെ കുറെ കൂട്ടിയിട്ടുണ്ട്. ഇവര് പുറത്തുനിന്ന് വാങ്ങിയിട്ടതിന് ശേഷം ഇതുപോലെ നേരെയാക്കി എടുക്കും. അതിനുശേഷം ആ മെഷീനിലേക്ക് പോവാണ്. അതിനുശേഷം ആ മെഷീനിൽ പോയതിനു ശേഷം ഇതുപോലെ വിരിച്ചെടുക്കും. ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, ക്ലിപ്പ് ചെയ്ത് നേരെ വെച്ചിട്ടുണ്ട്. എന്നാൽ മാത്രമേ ഇവർക്ക് അതിങ്ങനെ ടൈ ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ഈ കമ്പിക്ക് ചുറ്റും ഇങ്ങനെ ടൈ ചെയ്ത് വെക്കും. അതിനുശേഷം പെട്ടെന്ന് എടുത്തിട്ട് ആർക്കും ഇതിലേക്ക് വെക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ബോയ് എന്താ ചെയ്യുന്നുണ്ടോ, അതിനെടുത്തിട്ട് നേരെ അതിനുള്ളിലേക്ക് വെക്കും. ഇത് ഫാമിലി ബിസിനസ് ആട്ടോ, ഫാമിലി ബിസിനസ് ആണ്. കണ്ടില്ലേ, യൂട്യൂബർ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ലിക്വിഡ് സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ये चरक होने के लिए कड़प है, हाँ, इससे चरक होगा। फिर ഇത് മൈദ കേട്ടോ. ये मशीन चलाई, इसमें डलिया नहीं रहती है, मतलब साफे में फिनिशिंग आएगी। आउट बेटा, അതിലേക്ക് ഒഴിച്ചു കേട്ടോ, ഈ മെഷീനിലേക്ക് ഒഴിച്ചു. അതിൽ മൈദയും അതുപോലെ തന്നെ ഒരു കെമിക്കലും പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ മിക്സ് ആയിട്ടാണ് ആക്കുന്നത്. ഇനി ക്ലോത്ത് अरारोट मैदा और केमिकल मिक्स, कलर ना उतरे और फिनिशिंग चरक के लिए ये कड़प बना है, इसको कड़प कहते हैं। ഓക്കെ, ആ ക്ലോത്ത് ഇപ്പം നേരെയല്ല, ഇതിപ്പോൾ നേരെയല്ലാത്തതുകൊണ്ട് നമ്മളൊരു അയണൊക്കെ ചെയ്യലേ, ഇസ്തിരിയൊക്കെ ഇട്ടില്ലേ, ആ ഒരു മെത്തേഡാണ്. കണ്ടില്ല, അവർ ഓൺ ചെയ്തെടുത്തു. അതിലേക്ക് മുക്കിയതിന് ശേഷം കണ്ടില്ലേ, നേരെ അതിലേക്ക് വെച്ചു കൊടുക്കും. കണ്ടാ, ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത്. മുഴുവൻ ക്ലോത്ത് അതേപോലെ ഇങ്ങനെ എടുക്കും, എന്നിട്ട് ആ ബക്കറ്റിലേക്ക് വെക്കും. അതിനുശേഷം ഇവിടെ നിന്നാണ് നേരെ അപ്പുറത്തേക്ക് പോകുന്നത്, ആ ഒരു സ്ഥലത്തേക്ക് ഉണക്കാൻ എടുക്കുന്നത്. ഇതൊരു കുടിൽ വ്യവസായം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ രാജസ്ഥാനിലൊക്കെ അല്ലെങ്കിൽ ജോധ്പൂരിലൊക്കെ ഒരു കുടിൽ വ്യവസായമാണ്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇതൊരു വീട് മാത്രമല്ല, റൂഫ് ടോപ്പാണ്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ എല്ലാ വീടിലും ഇതുപോലെ എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഒരാൾക്കാർ ഇങ്ങനെ എന്തോ ഇതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഈ ഒരു സംഭവം കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞൊരു വീടിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ്. ഞാൻ ആ ഒരു വീട് ഞാൻ പിന്നീട് എപ്പോഴും കാണിച്ചു തരാം കേട്ടോ. ഇവിടുത്തെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ഈ കല്ലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ആ ഈ കാണുന്ന കല്ലും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു കല്ലാണ്. ആ കല്ല് വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ സമയം കിട്ടുവാണെങ്കിൽ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു കാഴ്ച കാണാം. ഇതാണ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് പെട്ടെന്ന് കഴിയും കേട്ടോ. ആ കളറിലേക്ക് മുക്കി അതുപോലെ തന്നെ നേരെ ഈ ഒരു ബക്കറ്റിലേക്ക് ഈ ഒരു പയ്യനിടുന്നുണ്ട്.
അത് നേരെയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മുണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്, ഈ വെള്ളം മുണ്ടൊന്ന് നേരെയാക്കി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തെടുക്കുന്നില്ലേ, വെള്ളത്തിൽ മുക്കി എടുക്കുന്നത്. എന്ത് വെള്ളം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവരിവിടെ ഇതും ചെയ്യുന്നുണ്ടല്ലേ. हम ये सब पे सेल भी करते हैं यहाँ पे होलसेल रेट पे ഹോൾസെയിൽ റേറ്റ് सेल करते हैं। ये 300 300 ये वाला क्योंकि ये 6 मीटर का है। ഓക്കെ. കണ്ടില്ല, അവരത് അഴിച്ചെടുക്കാൻ തുടങ്ങി. അത് ഏകദേശം ഉണങ്ങി, അത് സെറ്റായി. പിന്നെ അത് അഴിച്ചെടുത്തുപോലെ തന്നെ താഴേക്ക് മാറ്റി വെക്കണം. അത് കണ്ടില്ല, അത് പ്രോപ്പറായിട്ട് കണ്ടില്ലേ, അത് നേരെയാണ്. ഇത് ഇതുപോലെയല്ല ഇങ്ങനെ തലപ്പാവ് ആക്കിയിട്ട് വിൽക്കുന്ന ഒരു പരിപാടി ഇല്ല. ഇതിങ്ങനെ ഉണങ്ങിയതിന് ശേഷം മടക്കിയിട്ട് ഇങ്ങനെ ചെറിയ ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഉള്ള ലോക്കൽ ആളുകൾക്കും കൊടുക്കും, അതുപോലെ തന്നെ ഓൾ ഓവർ ഇന്ത്യ അവർ സെല്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു പീസിന് വരുന്നത് 300 രൂപയാണ്. ഇവർക്ക് 300 രൂപയാണ് കിട്ടുന്നത്. അപ്പോൾ എത്ര രൂപയ്ക്കായിരിക്കും തലപ്പാവ് വിൽക്കുന്നുണ്ടാവുന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഫോറിനേഴ്സ് വന്നു കേട്ടോ. ഫോറിനേഴ്സിൻ്റെ ഒരു ഏരിയ ആണ്, കണ്ടില്ലേ, അവർ ആ സംഭവം സെല്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ. ഫോറിനേഴ്സ് കണ്ടില്ലേ, അവരൊക്കെ നോക്കുന്നുണ്ട് എത്ര പൈസ കാര്യങ്ങളൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ഓൺ ദ സ്പോട്ട് ആൾക്കാർ വന്നു, അപ്പോൾ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. കണ്ടില്ലേ, കണ്ടില്ലേ, പ്രൈസും കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യാണ്, എന്താണ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഇതാണ് ആൾക്കാർ. ഇവർ ചില്ലി എന്നുള്ള ആൾക്കാർ കേട്ടോ. ഗൈഡാണ്. ആ ഗൈഡ് ആ വന്ന ഫോറിനേഴ്സിന് അതൊന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. കണ്ടില്ല, ത്രെഡും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ നാട്ടിൽ ഈ ഒരു പ്രോസസ്സും കാര്യങ്ങളും ഇല്ല, അതുകൊണ്ട് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു ആൾക്കാരത് കാണിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. കണ്ടില്ല, കണ്ടോ, അവർ സംസാരിക്കുന്ന ഭാഷ അവരുടെ ഭാഷ തന്നെയാണ്. ഗൈഡ് ആയതുകൊണ്ട് ഗൈഡിന് കുറേ ഭാഷകളും കാര്യങ്ങളൊക്കെ അറിയാം. കണ്ടില്ല, ഇത് ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടുന്ന് ലേഡീസൊക്കെ ടൈ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് അത് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ആ ഫോറിനേഴ്സിനെ കണ്ടു കേട്ടോ, 2-3 ഫോറിനേഴ്സിനെ കണ്ടു. അപ്പോൾ അവരുടെ ഫോറിനേഴ്സിൻ്റെ വീഡിയോ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടുതൽ താങ്ക് യു സോ മച്ച്. അവർ ടാറ്റയ്ക്ക് നമസ്തേക്ക് പറയുന്നുണ്ട്. അപ്പം ഇതാണ് കാഴ്ചകൾ എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം അതുവരെയും ബൈ ബൈ.